കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ 28ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾക്കൊരുമിച്ച് ഇങ്ങനെ പഠിക്കുവാൻ ദൈവം ഒരുക്കുന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളാകുന്ന നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. 3ാമത്തെ അധ്യായത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ വന്നിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3ാം അധ്യായം അതിൻ്റെ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സാക്ഷ്യത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ധ്യാനിച്ചപ്പോൾ അവിടെ സ്നാനത്തിൻ്റെ ഒരു വിഷയം എഴുതിയിട്ടുണ്ട്. അതേ തുടർന്ന് ഇന്ന് ക്രിസ്തീയ സഭയിൽ നിലവിലുള്ള വിശ്വാസ സ്നാനം എന്ന വിഷയം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ എപ്പിസോഡിൽ അതേ വിഷയം തന്നെ തുടരുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ആ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞ ചില ചിന്തകൾ ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ ഇന്നത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 22 മുതൽ 30 വരെയുള്ള വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 3ാം അധ്യായത്തിൽ, ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് നമ്മൾക്കത് കാണുവാൻ കഴിയും. മറ്റ് സമവീക്ഷണ സുവിശേഷങ്ങളിൽ എങ്ങും അത് കാണുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. യോഹന്നാൻ്റെ സുവിശേഷം ദൈവമക്കൾക്കറിയാമല്ലോ, സമവീക്ഷണ സുവിശേഷങ്ങൾ എഴുതിയ ശേഷമാണ് യോഹന്നാൻ അപ്പോസ്തോലൻ ഈ സുവിശേഷം എഴുതുന്നത്. ആകയാൽ സമവീക്ഷണ സുവിശേഷത്തിൽ ഇല്ലാത്ത ഈ ഭാഗം കൂടെ അപ്പോസ്തോലൻ ചേർത്തു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇവിടെ 22, 23 വാക്യങ്ങളിൽ അവസാന കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയ്ക്ക് തിരശ്ശീല വീഴുന്ന ആ കാലഘട്ടത്തിൽ ഒരല്പം സമയത്തേക്ക് യോഹന്നാൻ സ്നാപകൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ശുശ്രൂഷകൾ ഓവർലാപ്പ് ചെയ്തിരുന്നു. അവരിരുവർക്കും ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇരുവരും ധാരാളം ക്രൗഡ് അട്രാക്റ്റ് ചെയ്തിരുന്നു. രണ്ടുപേരും സ്നാനം കൊടുത്തിരുന്നു എന്ന് നമുക്ക് ഈ തിരുവചന ഭാഗത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. 22ാം വാക്യം മുതൽ ഇങ്ങനെയാണ്: അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. 23ാം വാക്യം: യോഹന്നാനും ശാലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. ഇത്രയും പറഞ്ഞ ശേഷം 24ാം വാക്യത്തിൽ എഴുത്തുകാരൻ ഇതേത് കാലഘട്ടത്തിലാണ് നടന്നതെന്ന് വളരെ വ്യക്തമാക്കുകയാണ്. അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല. അത് ഞാൻ മുൻപ് വിശദീകരിച്ചതായതുകൊണ്ട് ആ ഭാഗത്തിൽ നിന്ന് ഇന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. 25ാം വാക്യം: യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദം ഉണ്ടായി. ആ വാദം സ്നാനത്തെക്കുറിച്ചാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിനെ തുടർന്നാണ് സ്നാനത്തെക്കുറിച്ചുള്ള ആ പഠനം നമ്മൾ തുടങ്ങിയത്. 26ാം വാക്യത്തിൽ അവർ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാൻ അക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു തർക്കമുണ്ടായി. ഏത് ശുദ്ധീകരണ നിയമമാണ് എന്നവിടെ വ്യക്തമല്ല എങ്കിലും 26ാം വാക്യത്തിൽ യഹൂദനുമായി തർക്കം ചെയ്ത ശിഷ്യന്മാർ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ വന്ന് പറയുമ്പോൾ അവർ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ ശുദ്ധീകരണം എന്ന വിഷയം സ്നാനത്തെക്കുറിച്ചാണ് തർക്കമുണ്ടായതെന്ന് നമ്മൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. രണ്ടുപേരും സ്നാനപ്പെടുത്തുകയാണ്. യോഹന്നാൻ സ്നാപകനും സ്നാനപ്പെടുത്തുന്നു, യേശു കർത്താവും സ്നാനപ്പെടുത്തുന്നു.
അങ്ങനെ പറയുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, യേശുവിൻ്റെ മേൽനോട്ടത്തിലാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ സ്നാനപ്പെടുത്തിയത് എന്ന് നമുക്ക് വളരെ ക്ലിയറായിട്ട് ആ ഭാഗത്ത് നിന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഏത് സ്നാനമാണ് ശരി എന്ന ഒരു ആർഗ്യുമെൻ്റ് അവിടെ ഉണ്ടാകാനാണ് സാധ്യത. ഈ വചനം നമ്മൾക്ക് പരിശോധിക്കുമ്പോൾ നമുക്കത് ചിന്തിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ സ്നാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവമക്കൾക്ക് മനസ്സിലാക്കണം, ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. യോഹന്നാൻ എന്ന എഴുത്തുകാരൻ യോഹന്നാൻ സ്നാപകൻ്റെ മിനിസ്ട്രി യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയേക്കാൾ ഇൻഫീരിയറാണ് എന്ന് പല ഭാഗങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവാണ് യോഹന്നാൻ സ്നാപകനേക്കാൾ സുപ്പീരിയർ എന്ന് എഴുത്തുകാരൻ കാണിക്കുവാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഭാഗത്തും വാസ്തവത്തിൽ അതിൻ്റെ 30-ാമത്തെ ഒക്കെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ വളരണം ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ്റെ തന്നെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതി ചേർക്കുവാൻ എഴുത്തുകാരനായ അപ്പോസ്തലൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് 1-ാമത്തെ അധ്യായം മുതൽ തുടങ്ങിയതാണ്. 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 15-ാം വാക്യം, 19 മുതൽ 28 വരെയുള്ള വാക്യം, 29, 36 ഈ വാക്യങ്ങളിലെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിൻ്റെ സുപ്പീരിയോറിറ്റിയെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ അടുക്കൽ തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുവാനായി വന്നവരോട് യോഹന്നാൻ സ്നാപകൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാനല്ല മെസ്സിയ, എന്നാൽ നിങ്ങളുടെ നടുവിൽ ഒരുവൻ നിൽപ്പുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം മാത്രമാണ് എന്ന് വളരെയധികം താൻ എടുത്തു പറയുന്നതായിട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. ഇവിടെ വാസ്തവത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരുടെ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ 26-ാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അവർ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാൻ അക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ. അപ്പോൾ ധാരാളം പ്രാവശ്യം യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷീകരിച്ചത് ശ്രദ്ധിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ശിഷ്യന്മാരാണ്. 29-ാം വാക്യത്തിലും 36-ാം വാക്യത്തിൽ 1-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന വളരെ പ്രധാനപ്പെട്ട ടൈറ്റിൽ യേശുക്രിസ്തുവിനെ സംബോധന ചെയ്തുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇതെല്ലാം എഴുത്തുകാരൻ ചേർക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, യോഹന്നാൻ സ്നാപകൻ മശിഹായ്ക്ക് മുന്നോടിയായി ദൈവം അയച്ചു വന്നു, യേശുക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്തു, യേശുക്രിസ്തുവിനെ വഴിയൊരുക്കി. പക്ഷേ ആ കാലഘട്ടത്തിൽ പലരും തൻ്റെ ശുശ്രൂഷയുടെ പരിമിതികൾ മനസ്സിലാക്കാതെ മശിയ വന്ന ശേഷവും യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരായി തന്നെ അവർ നിന്നു. ആ കാര്യത്തെ നിരുത്സാഹപ്പെടുത്തുവാനാണ് എഴുത്തുകാരൻ യോഹന്നാൻ സ്നാപകൻ്റെ തന്നെ വാമൊഴിയായി യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലെ ആദ്യത്തെ 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ 3-ാം മിഷണറി യാത്രയിൽ താൻ എഫെസോസിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ വെച്ച് പോലും യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരെ കണ്ടിരുന്നു. അപ്പോൾ കുറച്ച് ആളുകൾ തൻ്റെ ശുശ്രൂഷയുടെ ആ ദൗത്യത്തെ തിരിച്ചറിയാതെ യോഹന്നാൻ സ്നാപകനെ സുപ്പീരിയറായി അവർ കണ്ട് ആ നിലയിൽ അവർ മുന്നോട്ട് പോയി എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയും. അത് ഡിസ്കറേജ് ചെയ്യുവാനായിട്ട് എഴുത്തുകാരൻ പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഈ ഭാഗമാണ് യോഹന്നാൻ സ്നാപകൻ ഏറ്റവും അവസാനം യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷീകരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ സാക്ഷീകരിക്കുവാൻ 27-ാം വാക്യം മുതൽ അങ്ങനെ പറയുവാൻ കാരണമായി തീർന്നത് ഈ സ്നാനത്തെക്കുറിച്ചുള്ള ആ ഒരു ആർഗ്യുമെൻ്റാണ്. ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ആർഗ്യുമെൻറ്റ് സ്നാനത്തെക്കുറിച്ചാണ് എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നല്ലോ. അങ്ങനെയാണ് സ്നാനമെന്ന വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുവാൻ ഇടയായി തീർന്നത്. സ്നാനത്തെക്കുറിച്ച് ഒരു എക്സോസ്റ്റീവ് സ്റ്റഡി നമ്മുടെ ഈ പഠനത്തിൽ അത് സാധ്യമല്ല. എങ്കിലും ഈ ഒരു എപ്പിസോഡൂടെങ്കിലും
സ്നാനത്തെക്കുറിച്ച് പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അത്യാവശ്യം ചില കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിലൂടെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്നാൽ പൊതുവേ ഉള്ള ചിന്തകൾ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തി മുൻപോട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മുൻപോട്ട് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിവിധ സ്നാനങ്ങളെക്കുറിച്ച് ലഘുവായിട്ടൊന്ന് ചിന്തിച്ചിരുന്നു. ചരിത്രത്തിൽ നിന്ന് പ്രോസ്ലൈറ്റ് സ്നാനം, ജാതികൾ യഹൂദ മതം ചേരുവാൻ താല്പര്യപ്പെടുന്നവർക്ക് യഹൂദ മതത്തിൻ്റെ നേതൃത്വം സ്നാനം കൊടുത്തിരുന്നു. അത് വെള്ളത്തിലിറങ്ങി മുങ്ങിയ സ്നാനമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമത്, യോഹന്നാൻ സ്നാപകൻ ആ കാലഘട്ടത്തിൽ കൊടുത്തിരുന്ന മാനസാന്തര സ്നാനം. മാനസാന്തരപ്പെടുന്ന ആളുകൾ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയുന്ന ആളുകൾ മാനസാന്തരത്തിൻ്റെ സൂചനയായിട്ട് വെള്ളത്തിലിറങ്ങി മുങ്ങി അവർ സ്നാനപ്പെട്ടിരുന്നു. മൂന്നാമത്, യേശുക്രിസ്തു സ്വീകരിച്ച സ്നാനം. യോഹന്നാൻ്റെ കൈക്കീഴിലാണ് ആ സ്നാനമെങ്കിലും യേശുക്രിസ്തുവിനെ മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല, കാരണം അവിടുന്ന് ഒരു പാപവും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് സ്നാനം? നമ്മൾ ചിന്തിച്ചിരുന്നു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞ് യോഹന്നാൻ സ്നാപകനെ യേശു കർത്താവ് എൻകറേജ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടത്. ദൈവം ആ കാലഘട്ടത്തിൽ നീതീകരണത്തിന് വെച്ചിരുന്ന വഴി യോഹന്നാൻ്റെ സ്നാനം ആയതുകൊണ്ട് തനിക്ക് പാപമില്ല എങ്കിലും പിതാവാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി യേശു കർത്താവ് യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ സ്നാനം കൊടുത്തത് നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യവും 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം കൂടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആ സ്നാനം യേശു കർത്താവിൻ്റെ വചന ശുശ്രൂഷയ്ക്ക് ശേഷം തന്നിൽ വിശ്വസിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കുന്ന, റാഡിക്കൽ ലൈഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ടി തീരുമാനമെടുക്കുന്ന ആളുകളെ സ്നാനപ്പെടുത്തിയിരുന്നു എന്ന് നമ്മൾക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. ഇങ്ങനെ ധാരാളം സ്നാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഈ സ്നാനങ്ങളല്ല ഇന്ന് നിലവിലുള്ള ക്രിസ്തീയ സ്നാനം. ഇന്ന് നിലവിലുള്ള ക്രിസ്തീയ സ്നാനം വിശ്വാസ സ്നാനമാണ്. യേശു കർത്താവ് രക്ഷിതാവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. യേശു കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനം അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് ഇന്ന് സ്നാനം കൊടുക്കുന്നത്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് ഇന്ന് സ്നാനം കൊടുക്കുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. മിക്ക ഇന്നത്തെ സഭകളും ക്രിസ്തീയ സ്നാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ പരിശോധിച്ചാൽ ക്വൈക്കേഴ്സ് എന്ന ഒരു ഡിനോമിനേഷൻ ഉണ്ട്. അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എങ്കിലും വിശ്വാസ സ്നാനവും കർത്തൃമേശയും അവർ ഈ രണ്ട് കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല. ലോർഡ് സപ്പർ ആൻഡ് വാട്ടർ ബാപ്റ്റിസം, ഈ രണ്ട് ഓർഡിനൻസസ് ആണ് കർത്താവ് ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ക്വൈക്കേഴ്സ് ഈ രണ്ട് കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല. 1643 ജോർജ് ഫോക്സ് എന്ന് പറയുന്ന മനുഷ്യനാണ് ക്വൈക്കേഴ്സ് എന്ന ഓർഗനൈസേഷന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം ഇത് വേണ്ട എന്ന് വെക്കാൻ ഉണ്ടായ കാരണം, ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിലവിൽ നിന്ന സഭകളിൽ ശിശുസ്നാനം കൊടുത്തിട്ട് ആ സ്നാനത്തിലൂടെ രക്ഷയുണ്ട് എന്ന ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കർത്തൃമേശ അനുഭവിക്കുന്നവർക്ക് രക്ഷപ്പെടാം എന്ന ഒരാശയം അന്ന് നിലവിലുണ്ടായിരുന്നു. ആ വിഷയത്തോട് ജോർജ് ഫോക്സ് എതിർത്തു. പക്ഷേ ആ എക്സ്ട്രീമിൽ നിന്ന് ജോർജ് ഫോക്സ് മറ്റൊരു എക്സ്ട്രീമിലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, ഈ രണ്ട് ഓർഡിനൻസും വേണ്ട എന്ന് അദ്ദേഹം പഠിപ്പിക്കുവാൻ തുടങ്ങി. മറ്റൊരു ഗ്രൂപ്പാണ് സാൽവേഷൻ ആർമി. വില്യം ബൂത്ത് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് ഇംഗ്ലണ്ടിൽ സാൽവേഷൻ ആർമിക്ക് നേതൃത്വം കൊടുത്തത്. ആദ്യ കാലഘട്ടത്തിൽ വാട്ടർ ബാപ്റ്റിസവും ലോർഡ് സപ്പറും സാൽവേഷൻ ആർമിയിൽ നിലവിലുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. പക്ഷേ പിൻകാലങ്ങളിൽ 1882 വില്യം ബൂത്ത് ഈ രണ്ട് ഓർഡിനൻസും നിർത്തലാക്കിയതായിട്ട് ചരിത്രം പറയുന്നു. പിന്നീട് ഒരു ഗ്രൂപ്പ് ബലിംഗറിസം എന്ന് പറയുന്ന
ഒരാശയം E.W. ബെളിംഗർ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നു. ബെളിംഗറിസത്തിൽ ഈ ബാപ്റ്റിസത്തിന് വിശ്വസിക്കുന്ന വെള്ളത്തിലിറങ്ങിയുള്ള സ്നാനത്തിന് ഈ യുഗത്തിൽ അതിന് വാലിഡിറ്റി ഇല്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇങ്ങനെയുള്ള അപൂർവം ചില ഡിനോമിനേഷൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ക്രിസ്തീയ സംഘടനകളും സ്നാനം അംഗീകരിക്കുന്നവരാണ്. യേശുക്രിസ്തുവിനെ ദൈവമായി വിശ്വസിക്കുന്ന എല്ലാ ക്രിസ്തീയ സംഘടനകളും, ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ക്രിസ്തീയ സംഘടനകളും സ്നാനം അവർ വിശ്വസിക്കുന്നു. പക്ഷേ ആരാണ് കാൻഡിഡേറ്റ് എന്ന വിഷയത്തിലും എപ്പോഴാണ് സ്നാനം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിലും എങ്ങനെയാണ് സ്നാനം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ക്രിസ്തീയ ഗോളത്തിൽ തർക്കമുണ്ട്. ചില കാര്യങ്ങളുടെ അതിനോടൊക്കെയുള്ള ബന്ധത്തിൽ പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നാൽ അതിനു മുൻപ് ക്രിസ്തീയ വിശ്വാസ സ്നാനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ സൂചിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായി യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് സ്നാനം. മത്തായിയുടെ സുവിശേഷം 28, 19, 20 വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15, 16 വാക്യം. 2, അപ്പോസ്തോലന്മാരുടെ പഠിപ്പിക്കൽ ശ്രദ്ധിച്ചാൽ ലേഖനങ്ങളിൽ പൗലോസും പത്രോസും സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 3:20-21 വാക്യം, റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം, 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം, ഗലാത്യലേഖനം 3:27 വാക്യം, എഫേസ്യ ലേഖനം 4:5, കൊലോസ്യ ലേഖനം 2:11-12 വാക്യം. ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്തോലന്മാരുടെ പഠിപ്പിക്കലിൽ അവർ വിശ്വാസ സ്നാനം പഠിപ്പിച്ചിരുന്നു. 3, വിശ്വാസ സ്നാനം സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യം ദൈവമക്കൾക്ക് എല്ലാവർക്കും മനപ്പാഠം അറിയാമെന്ന വാക്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഭൂമിയിൽ എല്ലായിടത്തും പോയി സുവിശേഷം അറിയിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എല്ലായിടത്തും പോയി സ്നാനം പറയണമെന്നല്ല കർത്താവ് ആവശ്യപ്പെട്ടത്, എല്ലായിടത്തും പോയി സുവിശേഷം പറയണം. പക്ഷേ അടുത്ത വാക്കിൽ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. സുവിശേഷത്തിൽ സ്നാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ സുവിശേഷം വിശ്വസിച്ചയാൾ എങ്ങനെയാണ് സ്നാനം ആവശ്യപ്പെടുന്നത്? ആകയാൽ സുവിശേഷത്തിൽ ഫുൾ ഗോസ്പലിനകത്ത് വിശ്വാസ സ്നാനം, വെള്ളത്തിൽ ഇറങ്ങിയുള്ള ക്രിസ്തീയ സ്നാനം ഗോസ്പലിൻ്റെ ഒരു ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായി. അതിനെ തുടർന്ന് പത്രോസ് അപ്പോസ്തലൻ്റെ ആദ്യത്തെ പ്രഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് കുറ്റബോധം വന്ന ആളുകൾ ചോദിക്കുന്ന സമയത്ത് പത്രോസ് പറയുന്ന ആ സുവിശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. നോക്കുക, സുവിശേഷത്തിൻ്റെ ഭാഗമാണ് വിശ്വാസ സ്നാനം എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 35-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഷണ്ണനോട് ഫീലിപ്പോസ് സുവിശേഷം പറഞ്ഞുവെന്നാണ് വേദപുസ്തകം പറയുന്നത്. ആ വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചതായിരുന്നുവല്ലോ. 8-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം, ഫീലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി എന്ന് പറഞ്ഞാൽ ഷണ്ണൻ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചുകൊണ്ട് വരികയായിരുന്നു. അത് നേരത്തെയുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ വാക്യങ്ങളെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഷണ്ണൻ വായിച്ചുകൊണ്ടിരുന്ന ആ വേദഭാഗത്തെ ആസ്പദമാക്കി ഫീലിപ്പോസ് സുവിശേഷം അറിയിച്ചു തുടങ്ങി.
അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തി. അപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് സ്നാനം പറഞ്ഞു എന്ന് പ്രത്യേകിച്ച് അവിടെ എഴുതിയിട്ടില്ല, സുവിശേഷം പറഞ്ഞു. സുവിശേഷത്തിനകത്ത് സ്നാനം ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് വെള്ളമുള്ള ഒരു സ്ഥലം വന്നപ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനോട് സ്നാനപ്പെടുവാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് സുവിശേഷത്തിൻ്റെ ഭാഗമാണ് വിശ്വാസ സ്നാനം. 4 ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ വിശ്വാസ സ്നാനം അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:38 ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. സ്നാനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ട് 41-ാം വാക്യത്തിൽ യഹൂദന്മാർ സ്നാനപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യെരുശലേമിൽ നമ്മൾക്ക് അങ്ങനെ യെരുശലേം സഭ വിശ്വാസ സ്നാനം വിശ്വസിച്ചവർക്ക് കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യത്തിൽ ശമരിയയിൽ ഉണർവുണ്ടായപ്പോൾ വിശ്വസിച്ചവർക്ക് സ്നാനം കൊടുത്തതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. 10-ാം അധ്യായത്തിൻ്റെ 47-48 വാക്യങ്ങളിൽ കൈസറിയയിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ കൂടി വന്ന വിശ്വസിച്ച ആളുകൾക്ക് സ്നാനം കൊടുത്തിരുന്നു. 16-ാം അധ്യായം 15-ാം വാക്യവും 33-ാം വാക്യവും ഫിലിപ്പിയിൽ സ്നാനം കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വിശ്വസിച്ച കൊരിന്തിലുള്ള ദൈവമക്കൾക്ക് വെള്ളത്തിലിറങ്ങിയുള്ള വിശ്വാസ സ്നാനം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ എഫെസോസിലും വിശ്വാസ സ്നാനം പൗലോസ് കൊടുത്തിരുന്നു. അപ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അവിടെ നമ്മൾ കാണുമ്പോൾ എല്ലാ സ്നാനങ്ങളും വിശ്വാസ സ്നാനമായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാനിത് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണെങ്കിലും ഒന്നുകൂടി ഇത് പറയാൻ കാരണം, ചില ഡിനോമിനേഷനുകൾ സ്നാനവും കർത്തൃമേശ ശുശ്രൂഷയും അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. ബാക്കി പൊതുവെയുള്ള ക്രൈസ്തവ സഭകളിൽ സ്നാനം അംഗീകരിക്കുന്നുണ്ട്. ആ സ്നാനം എങ്ങനെയായിരിക്കണം, ആ സ്നാനത്തിന് ഒരുങ്ങുന്ന കാൻഡിഡേറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ, ദൈവവചനത്തിൻ്റെ ആധികാരികത എന്താ, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ 4 പോയിന്റുകളിലായിട്ട് ഞാൻ നിങ്ങളോട് പറയുവാൻ ശ്രമിച്ചത്. യേശുക്രിസ്തു കൽപ്പിച്ചതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും സുവിശേഷത്തിൻ്റെ ഭാഗമായതും ആദ്യ നൂറ്റാണ്ടിലെ സഭ ആവർത്തിച്ചു വന്നതുമാണ് വിശ്വാസ സ്നാനം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാണ് വെള്ളത്തിലിറങ്ങി മുങ്ങിയുള്ള വിശ്വാസ സ്നാനം ആദ്യ നൂറ്റാണ്ടിലെ സഭ അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നത്. വിശ്വാസ സ്നാനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വളരെ ലളിതമായി പറയുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ പോകുകയാണ്. ഇത് ദയവായി നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ നിങ്ങൾ തുറക്കണം. റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗം ഞാൻ വായിക്കുമ്പോൾ ദൈവമക്കളോട് എൻ്റെ കൂടെ സഹകരിപ്പാൻ വിശേഷാൽ ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരധ്യായമാണ് റോമാലേഖനം 6-ാം അധ്യായം. സ്നാനത്തെക്കുറിച്ച് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ആ വേദഭാഗം വേണ്ടതുപോലെ നാം ഗ്രഹിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ, അതിൻ്റെ മറുപടി അവിടെയുണ്ട്. അവിടെ നമുക്ക് ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ആദ്യം ആ വേദഭാഗം ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനിയും പാപത്തിന്
അടിമപ്പെടാത്തവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഞാൻ ഈ വാക്യങ്ങളെ വളരെ വേഗത്തിൽ ഒന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നാനത്തോടുള്ള ബന്ധത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വേദഭാഗമാണ്. വാസ്തവത്തിൽ അതിനകത്തെ ആശയമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാനാണ് വെള്ളത്തിലിറങ്ങി വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ സ്നാനമേൽക്കുന്നത്. ഇതാണ് അവിടുത്തെ ആശയം. അത് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ ആ 1-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. സ്നാനത്തെക്കുറിച്ച് പിന്നീട് പൗലോസ് പറയാനുണ്ടായ കാരണമാണ് ഈ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നത്. അന്ന് നിലവിലിരുന്ന ഒരു ചിന്തയാണ് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക. 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ദൈവമക്കളും ശ്രദ്ധിക്കണം. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. 2-ാം ഭാഗം, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ആ 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഞാൻ ഒന്നുകൂടെ വായിക്കാം. എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഈ ഒരു ടീച്ചിങ്, പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന ആ ടീച്ചിങ് ആണ് ആളുകൾക്ക് കൺഫ്യൂഷനായത്. അപ്പോൾ പാപം അങ്ങനെ ഒരുപാട് പെരുകിയെടുത്ത് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി വന്നെങ്കിൽ പാപം കുറച്ചുകൂടി ചെയ്യുന്നതല്ലേ നല്ലത്? കാരണം പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് കൃപ കാണിക്കാൻ ഒരു അവസരമല്ലേ? നോക്കുക, പൗലോസ് പഠിപ്പിച്ച ആ ഒരു ടീച്ചിങ്ങിൻ്റെ യഥാർത്ഥ അർത്ഥം മിസ് ചെയ്ത് അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവർ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കാലഘട്ടത്തിലും അനേക ആളുകൾക്ക് അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. പാപം ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പലർക്കും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? ഒരു മനുഷ്യൻ എത്രയധികം പാപം ചെയ്താലും, അവന് എത്ര കടും ചുവപ്പായ പാപമാണെങ്കിലും അവനെ ആ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുവാനും വിടുവിക്കുവാനും ദൈവത്തിൻ്റെ കൃപ മതിയായതാണ്. ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല എന്ന ആശയം അതിനകത്തുണ്ട്. അപ്പോൾ തന്നെ മറ്റൊരാശയം കൂടെ പറയാം. ലോകത്തിലുള്ള സകല ആളുകളുടെയും കൂടെ പാപമെടുത്താൽ അതെത്ര വലിയ പാപമാണ്. അതെല്ലാം ക്ഷമിക്കുവാനും പൊറുക്കുവാനും അത് കഴുകി മാറ്റുവാനും ദൈവത്തിൻ്റെ കൃപ, ആ അബണ്ടന്റ് അമേസിങ് ഗ്രേസിന് കഴിയും എന്ന ആശയമാണ്. അല്ലാതെ കൃപ വരേണ്ടതിനും കൃപ അനുഭവിക്കേണ്ടതിനും പാപം മനഃപൂർവമായി ചെയ്യുക എന്ന ആശയം അതിനകത്തില്ല. ഇത് ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ സ്നാനത്തെക്കുറിച്ച് വളരെ ലഘുവായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ആ സ്നാനം 6-ാം അധ്യായത്തിൽ പറയാനുണ്ടായ കാരണത്തെ ഞാൻ ദൈവമക്കളുടെ മുൻപിൽ വയ്ക്കുകയാണ്. ചരിത്രത്തിൽ തന്നെ ധാരാളം ആളുകൾ അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട്. പൗലോസിൻ്റെ ഈ ടീച്ചിങ്ങിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മിസ്കോട്ട് ചെയ്തുകൊണ്ട് പഠിപ്പിച്ചവർ. ദൈവത്തിൻ്റെ കൃപ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്, പാപത്തെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല എന്ന് ദൈവമക്കൾ അറിയണം. അപ്പോൾ 6-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ മറുപടി പറയാം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ എന്ന് പറഞ്ഞാൽ ഹാബിച്വൽ സിന്നിങ്, ഒരേ പാപം തന്നെ രക്ഷിക്കപ്പെട്ടയാൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അനുഭവം. അത് പൗലോസിനെ സംബന്ധിച്ചോളം അത് വളരെ ഷോക്കിംഗ് ആയിട്ടാണ്. ഒരു നാളും അരുത്, അങ്ങനെ ഒരു ചിന്ത തന്നെ നിങ്ങൾക്ക് എങ്ങനെ വന്നു? ഇവിടെയും ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കാം. ഇതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് പാപം ചെയ്യാൻ ഒക്കാത്ത ഒരു പ്രത്യേക സ്ഥിതിയിലേക്ക് വന്നു എന്ന ആശയമല്ല. കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ
രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന പാപങ്ങൾ, അത് പിന്നെയും രക്ഷിക്കപ്പെട്ട ശേഷം ആ പാപമാണ് ആ ആളിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ, ഇഫ് ഈസ് കണ്ടിന്യൂയിങ് ഇൻ ദാറ്റ് സിൻ, യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിൻ്റെ ബീജം അകത്ത് വീണ് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സീഡ് വസിക്കുന്ന ഒരുവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. അവിടെയും കണ്ടിന്യൂയിങ് ഇൻ സിൻ, ജീവിതത്തിൽ അറിയാതെ വരുന്ന പാപങ്ങൾ അതാത് സമയത്ത് ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുക, ആ വിഷയമല്ല ഇവിടെ. ഇവിടെ രക്ഷിക്കപ്പെട്ട ശേഷവും മുൻകാല അനുഭവത്തിലുണ്ടായിരുന്ന പാപങ്ങൾ തുടരുന്ന അനുഭവം, കണ്ടിന്യൂയിങ് ഇൻ സിൻ, അതാണ് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ. അതൊരു ദൈവപൈതലിൻ്റെ സ്വഭാവമല്ല. പൗലോസ് അതിനോട് വളരെ ശക്തമായി റിയാക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നത്? ഹൗ ക്യാൻ യു കണ്ടിന്യൂ ഇൻ സിൻ വെൻ യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്? ചൈൽഡ് ഓഫ് ഗോഡും ചൈൽഡ് ഓഫ് സൈറ്റൻ, ഇറ്റ് ഡസന്റ് ഗോ ടുഗദർ. അതാണ് ഒന്നാം വാക്യം. ആകയാൽ നാം എന്ത് പറയേണ്ടു? പാപം പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ. അപ്പം പാപം ചെയ്തുകൊണ്ടിരുന്നാൽ കൃപ പെരുകും എന്ന ആശയത്തെ ഖണ്ഡിക്കുകയാണ്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. രണ്ടാം വാക്യം, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അതാണ് പൗലോസിൻ്റെ ലോജിക്. അപ്പം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ദൈവമക്കളാണിവർ. പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ പാപം മരിച്ചിട്ടില്ല, പക്ഷെ രക്ഷിക്കപ്പെട്ട ആളിന് പാപം ചെയ്യാനുള്ള ആഗ്രഹം തീർന്നു. രക്ഷിക്കപ്പെടുമ്പോൾ അതാണ് സംഭവിക്കേണ്ടത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാപം ചെയ്യുവാൻ ആന്തരികമായി ഉണ്ടായിരുന്ന ആവേശം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് നിന്നു, അത് സ്റ്റോപ്പായി. ആഗ്രഹമില്ല. പാപങ്ങൾ പിന്നെയും മാടി വിളിച്ചു എന്ന് വരാം, പക്ഷേ പാപം ചെയ്യാനുള്ള ടെൻഡൻസി, ആഗ്രഹം പിന്നീട് രക്ഷിക്കപ്പെട്ട ദൈവവൈതലിനില്ല. പാപസംബന്ധമായി മരിച്ചു. യഥാർത്ഥമായി രക്ഷിക്കപ്പെടുന്ന ഒരാളിൻ്റെ ഉള്ളിൽ ആ അനുഭവം ഉണ്ടായിരിക്കണം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഹൗ ക്യാൻ യു കണ്ടിന്യൂ ഇൻ സിൻ? യു ആർ ഡെഡ് ടു സിൻ. ഹൗ ക്യാൻ യു കണ്ടിന്യൂ ഇൻ സിൻ? ഇതാണ് ലോജിക്. നിങ്ങൾ പറയുന്നത് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലേ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് അൺനാച്ചുറൽ തിങ്. ഇറ്റ് കനോട്ട് ബി. ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. പാപസംബന്ധമായി മരിച്ച നിങ്ങൾ ഇനി എങ്ങനെ പാപത്തിൽ തുടരുന്നത്? അപ്പൊ പാപത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഉപദേശങ്ങൾ ദൈവവചനത്തിന് നിരക്കുന്നതല്ല. പൗലോസ് അതിനെ ഖണ്ഡിക്കുകയാണ്. അടുത്ത മൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുന്നവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും. നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. അപ്പോൾ വിഷയമതാ, പാപസംബന്ധമായി മരിക്കുക എന്ന് പറയുന്നത് പാപം ഇനിയും നമ്മെ സ്ലേവ് ആക്കുന്നില്ല. നാം ഇനിയും പാപത്തിന് അടിമപ്പെടാത്തവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇവിടെ ദൈവമക്കൾ ശ്രദ്ധിക്കണം, നമ്മുടെ പാപശരീരം എന്നെഴുതിയിരിക്കുന്നത് ശരീരം ന്യൂട്രലാണ്. പക്ഷേ ശരീരത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന നമ്മുടെ പഴയ മനുഷ്യൻ, ആദാമിലൂടെ നമുക്ക് ലഭിച്ച ഒരു ക്യാരക്ടറുണ്ട്. പഴയ മനുഷ്യൻ, ആദാമ്യ സ്വഭാവം എന്ന് പറയുന്ന ജനിക്കുമ്പോൾ തന്നെ എല്ലാവർക്കുമുള്ള ഒരു സ്വഭാവമുണ്ട്, ഒരു നേച്ചറുണ്ട്. അത് ആദമിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. ആ അകത്തെ പാപത്തെ ഇഷ്ടപ്പെടുന്ന ആ മനുഷ്യൻ നമ്മുടെ അകത്തിരുന്ന് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയായിരുന്നു. ഈ ശരീരത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയായിരുന്നു.
ആ അകത്ത് ഇരുന്ന ആദ്യത്തെ മനുഷ്യൻ, ആദാമ്യ മനുഷ്യൻ, ആ സിൻഫുൾ നേച്ചറിന് പാപം ഭയങ്കര ഇഷ്ടമാണ്, ദൈവത്തോട് എതിരാണ്. പക്ഷെ ഇവിടെ പറയുകയാണ്, ആ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇത് വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പറയുന്നതിൻ്റെ ആശയം യേശുക്രിസ്തു 2013 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ യാഗമായി തീരുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. എത്രയോ വലിയ ചിന്തയാണിത്. ഈ പഴയ മനുഷ്യൻ സജീവമായി എൻ്റെ അകത്തിരുന്ന് എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പാപത്തിന് അടിമകളല്ല. കാരണം നമ്മെ പാപത്തിൽ പ്രേരിപ്പിച്ച് പാപത്തിൽ തള്ളിയിട്ട പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പഴയ മനുഷ്യൻ അവനിൽ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് ആ പഴയ മനുഷ്യൻ ഇനിയും എന്നെയും നിങ്ങളെയും ഉള്ളിലിരുന്ന് പാപത്തിന് അടിമകളാക്കത്തില്ല എന്ന് നാം അറിയണം. അതിൻ്റെ അർത്ഥം പഴയ മനുഷ്യൻ ഇനിയും ആക്റ്റീവ് ആകത്തില്ലെന്നല്ല, പാപം തീർന്നുപോയി എന്നല്ല. പാപത്തോടുള്ള നമ്മുടെ പ്രേമത്തിന്, ആ പവർ ഓഫ് സിൻ, അത് എന്നേക്കുമായി സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിൽ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇതറിയാത്ത ഒരാള് പിന്നെയും പാപം ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മൾ അറിയണം. ഈ സംഭവമാണ് വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെടുമ്പോൾ നമ്മൾ പരസ്യമായി സാക്ഷീകരിക്കുന്നത്. ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഞാനും നിങ്ങളും പാപിയാണ്. നമുക്ക് നമ്മെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. ലോകത്തിലെ ഒരു മനുഷ്യൻ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. യേശുക്രിസ്തു എന്ന ഏക രക്ഷകന് മാത്രമേ നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളെന്ന് ഉള്ള ആത്മാർത്ഥമായ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഉണ്ടാകുകയാണ്. ആകയാൽ രക്ഷിതാവാകുന്ന യേശുക്രിസ്തുവിനെ നമ്മൾ ആശ്രയിക്കുകയാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ്. 2013 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് നിമിത്തമാണ് എൻ്റെ പാപക്ഷമ കിട്ടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ പാപം യേശു തൻ്റെ മേൽ ചുമന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ ഏൽക്കേണ്ട ശിക്ഷ യേശു ഏറ്റു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതോട് ചേർന്നുള്ള ഒരു വലിയ സംഭവമാണ് നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ടു. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് സ്നാനത്തിൽ നമ്മൾ അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നു. എന്നിട്ട് കർത്താവ് പിതാവാം ദൈവത്തിൻ്റെ മഹിമയിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ നാം ഉയർത്തെഴുന്നേൽക്കുന്നു. ഇത് സ്നാനത്തിൽ നമ്മൾ പരസ്യമായി ആളുകളോട് പറയാണ്, യെസ്, ഞാൻ ക്രിസ്തുവിൽ മരിച്ചിരുന്നു, എൻ്റെ പാപ സ്വഭാവത്തോട് ഞാൻ മരിച്ചു, എൻ്റെ പാപം ചെയ്യിപ്പിക്കുന്ന പഴയ മനുഷ്യൻ ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് നമ്മളെ അടക്കുന്നതാണ്, ആ പഴയ മനുഷ്യനെ കൊണ്ട് അടക്കുകയാണ്, ആ വെള്ളത്തിനകത്തേക്ക് നമ്മളെ മുക്കുന്നത്. വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനായി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നടക്കുവാനായി ഒരു പുതിയ മനുഷ്യനായി വരികയാണ്. രക്ഷിക്കപ്പെടുമ്പോൾ ആ പുതിയ മനുഷ്യൻ്റെ ആ സ്വഭാവം നമ്മുടെ അകത്ത് ഹോളി സ്പിരിറ്റ് തരും. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് തന്നെത്താനല്ല ഉയർത്തത്, പിതാവാം ദൈവം ഉയർപ്പിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. 3-ാമത്തെ ദിവസം കർത്താവ് മരിച്ചടക്കപ്പെട്ട് 3-ാമത്തെ ദിവസമാണ് ആ സംഭവം നടക്കുന്നത് എന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പവർ കൊണ്ടാണ്. തീർച്ചയായിട്ടും പഴയ മനുഷ്യൻ അറ്റാക്ക് ചെയ്യും. ക്രൂശിക്കപ്പെടുക എന്നുള്ളതിൻ്റെ അർത്ഥം പഴയ മനുഷ്യനുമായിട്ടുള്ള അലീജിയൻസ്, പറ്റുമാനം വിച്ഛേദിക്കപ്പെട്ടു. അല്ലാതെ എന്നേക്കുമായി ആള് ഇല്ലാതെ പോകുന്നില്ല. പഴയ മനുഷ്യൻ്റെ കൺട്രോളിങ്ങിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു. പഴയ മനുഷ്യൻ ഇനിയും പല പ്രലോഭനങ്ങൾ ഇട്ടുവെന്ന് വരാം, പക്ഷേ
എൻ്റെ ഈ ശരീരത്തെ ഇനിയും കൺട്രോൾ ചെയ്യുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ദ പവർ ഓഫ് സിൻ ഹാസ് ബീൻ ബ്രോക്കൺ. ജീവന്റെ പുതുക്കത്തിൽ നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഈ ശരീരം പ്രവർത്തിക്കുവാൻ തുടങ്ങും. എൻ്റെ പുതിയ മനുഷ്യൻ, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്ന ആ മനുഷ്യൻ ഈ ശരീരം കൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യും. ഈ ആശയമാണ് ഈ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അതുകൊണ്ട് 11-ാം വാക്യത്തിലും 12-ാം വാക്യമൊക്കെ ദൈവമക്കൾ ഒന്ന് വായിച്ചോണം. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. 6-ാം വാക്യത്തിൽ പറയുന്നു, എന്ന് നാം അറിയുന്നു. അറിഞ്ഞയാൾ, കാര്യങ്ങൾ ഗ്രഹിച്ചയാൾ, അങ്ങനെ നമ്മെ തന്നെ എണ്ണണം. എല്ലാ ദിവസവും എണ്ണണം. പാപത്തിൻ്റെതായിട്ടുള്ള അസ്ത്രങ്ങൾ ശത്രുവായവൻ എയ്യുമ്പോൾ, പഴയ മനുഷ്യനുമായിട്ട് നമ്മൾ വിച്ഛേദിച്ചുവെങ്കിലും പഴയ മനുഷ്യൻ പല കാര്യങ്ങൾ ശ്രമിക്കുമ്പോൾ, ഞാൻ എന്നെ തന്നെ എണ്ണണം. എൻ്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, അവൻ ഇനി എന്നെ നിയന്ത്രിക്കാൻ ഒക്കത്തില്ല, ഞാനത് അനുവദിക്കത്തില്ല, ഞാൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുമെന്ന് എന്നെ തന്നെ എണ്ണണം. 12-ാം വാക്യത്തിൽ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. 14-ാം വാക്യം, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്താ വിഷയം? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് പലരും അവിടെ ഉണ്ടായിരുന്ന ഒരു ഉപദേശം. അപ്പോസ്തലനായ പൗലോസിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഇന്നും പല ആളുകൾക്ക് ഈ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ് കൃപ, പാപക്ഷമയ്ക്കാണ് കൃപ. കൃപ ലഭിച്ചവർ മനഃപൂർവമായ പാപത്തിൽ നിൽക്കുകയില്ല. ഒരു വലിയ കാര്യമാണ് 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. നമ്മുടെ ആ പഴയ മനുഷ്യൻ കർത്താവിനെ ക്രൂശിച്ചപ്പോൾ ആ പഴയ മനുഷ്യൻ അവനോടുകൂടെ മരിച്ചു. അവനോടുകൂടെ മരിച്ചെങ്കിൽ യേശുവിനെ അടക്കം ചെയ്തപ്പോൾ അവനോടുകൂടി അടക്കി. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനോടുകൂടി ഉയർത്തു. രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിസ്തുവിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം പാപം ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജയകരമായ ജീവിതം ജീവിക്കുവാൻ കഴിയും. നാം ക്രിസ്തുവിലായെങ്കിൽ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു, അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. ഇത് വിശ്വസിക്കുന്ന ഞാൻ സ്നാനപ്പെടുമ്പോൾ പരസ്യമായി എൻ്റെ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്നാനം വേണോ വേണ്ടായോ എന്ന് എൻ്റെ കേൾവിക്കാരായ നിങ്ങൾ ദൈവവചനം മനസ്സിലാക്കി അതിനെ ഒന്ന് ചിന്തിച്ചാട്ടെ. അനേക ആളുകൾക്ക് സ്നാനമെന്ന് പറയുന്നത് വേണ്ട, അതൊരു നിസ്സാര കാര്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയല്ല, സ്നാനം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. യേശുക്രിസ്തു അങ്ങനെ നിസ്സാരമായ ഒരു കാര്യം, ആചരിക്കേണ്ടാത്ത ഒരു കാര്യം ടൈം വേസ്റ്റിന് വേണ്ടി പറഞ്ഞുവെന്നാണോ ആളുകൾ ധരിക്കുന്നത്? ഒരിക്കലുമല്ല. കർത്താവ് പറഞ്ഞിട്ടുള്ള ഓരോ വാക്കും, കർത്താവ് പറയുന്നത് ഞാൻ സ്വയമേ ഒന്നും പറഞ്ഞിട്ടില്ല, പിതാവിൽ നിന്ന് കേൾക്കുന്നതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ മനുഷ്യൻ്റെ ശവസംസ്കാരമാണ് ആ വെള്ളത്തിനകത്ത് നടക്കേണ്ടത്. വെള്ളത്തിനകത്തേക്ക് പോകുമ്പോൾ ആളിനെ കുഴിച്ചിടുകയാണ്. പിന്നെ പുറത്തു വരുന്നത് പുതിയ മനുഷ്യൻ, പുതിയ ലൈഫിനെ ജീവിക്കുവാൻ വേണ്ടി, ഹോളി സ്പിരിറ്റ് ഫുള്ളായിട്ട് ജീവിക്കുവാൻ വേണ്ടി പുതിയ മനുഷ്യൻ പുറത്തു വരികയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ ദൈവമക്കൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ദൈവവചനത്താൽ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനോട് ഏകീഭവിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താ? രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ നിങ്ങളെ ആക്കി എങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റു ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ.
അത് നിങ്ങൾ വിശ്വസിച്ചല്ലേ വാസ്തവത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ അത് പരസ്യമായി സാക്ഷീകരിക്കുവാൻ കർത്താവ് വച്ചിരിക്കുന്നതാണ് വാട്ടർ ബാപ്റ്റിസം. വാട്ടർ ബാപ്റ്റിസത്തിലൂടെയല്ല രക്ഷ. രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലായവർക്കുള്ളതാണ് വിശ്വാസ സ്നാനം. അതിനാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേക ഏജ് ഒന്നുമില്ല. 15 വയസ്സോ 16 വയസ്സോ അല്ല 30 വയസ്സോ 40 വയസ്സോ അങ്ങനൊന്നുമില്ല. പാപിയാണെന്നുള്ള തിരിച്ചറിവുണ്ടായി, പാവത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു, ശരിക്കും മാനസാന്തരപ്പെട്ടു, രക്ഷകനാകുന്ന യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി സ്വീകരിച്ചു. രക്ഷകനാകുന്ന യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിഞ്ഞോ? യേശുക്രിസ്തുവിനെ വാസ്തവമായി ഞാൻ ഏറ്റെടുക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും ചിന്തിക്കാത്ത ഒരു സുവിശേഷമില്ല. യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ അടക്കവും യേശുവിൻ്റെ ഉയർപ്പും സുവിശേഷത്തിൻ്റെ വളരെ കാതലായ കാര്യമാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായത്തിലേക്ക് ദൈവമക്കൾ വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇത് ദൈവവചനത്തിൻ്റെ സത്യമാണ്. ഇത് ചരിത്രത്തിൽ നടന്നു കഴിഞ്ഞതാണ്. സ്നാനപ്പെടുമ്പോഴല്ല ഇത് നടക്കുന്നത്. ഇത് 2013 വർഷങ്ങൾക്ക് മുമ്പ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ്. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ്. ഞാനൊരു പുതിയ സൃഷ്ടിയായപ്പോൾ ഞാൻ മനസ്സിലാക്കണം, ക്രിസ്തുവിൽ ഞാൻ മരിച്ചിരുന്നു, എൻ്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരുന്നു, ഞാൻ അടക്കപ്പെട്ടിരുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരുന്നു. ഇനി ഞാൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പാപത്തിൽ എങ്ങനെ തുടരാം എന്നതാണ് ഈ 6-ാം അധ്യായത്തിൻ്റെ വിഷയം. നിങ്ങൾ പറയുന്നത് പാപം ചെയ്തോ, കാരണം കൃപ ദൈവം ധാരാളമായിട്ട് പകരുമെന്നല്ലേ? ദാറ്റ് ഈസ് നോട്ട് ലോജിക്. ഇറ്റ് ഈസ് മോസ്റ്റ് അൺനാച്ചുറൽ. ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. കാരണം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാനാണ് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റത്. പിന്നെ എങ്ങനെ നിങ്ങൾ പാപത്തിൽ തുടരുന്നത്? നിങ്ങളുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഈ പഴയ മനുഷ്യൻ വന്ന് നിങ്ങളുടെ ഈ മർത്യ ശരീരത്തെ ഡോമിനേറ്റ് ചെയ്ത് പാപത്തിൻ്റെ ഒരു സ്ലൈവാക്കുന്നത്? വളരെ ശക്തമായ ദൂതാണ്. എനിക്ക് ശരിക്കും അറിയാം, റോമാലേഖനത്തിൻ്റെ ഒരു ക്ലാസ് അല്ല ഈ എപ്പിസോഡിൽ നടക്കുന്നത്. ഇവിടെ സ്നാനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ആ സ്നാനം കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാനാണ് എന്ന ചിന്ത വന്നപ്പോൾ അതിൻ്റെ കോൺടെക്സ്റ്റൂടെ ഞാനൊന്ന് പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്നാനം കർത്താവിൻ്റെ കൽപ്പനയാണ്. നിർബന്ധമായി രക്ഷിക്കപ്പെടുന്നവർ സ്വീകരിക്കേണ്ടതാണ്. അത് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഏറ്റെടുക്കേണ്ടതല്ല, സന്തോഷത്തോടെ. കാരണം ഞാൻ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ സാക്ഷ്യമാണ്. ഐ ബിലീവ് that I was in Jesus when he was crucified. I was with Jesus when he was buried. I was with Jesus when he was resurrected. ഇനി ഞാൻ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പുതിയ ലൈഫിൻ്റെ ആരംഭമാണ് ഞാൻ പരസ്യമായി ടെസ്റ്റിഫൈ ചെയ്യുന്നത്. എൻ്റെ പഴയ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എൻഡ് ചെയ്തു എന്ന് ഞാൻ പരസ്യമായി സാക്ഷീകരിക്കുകയാണ്. ഇതാവശ്യമല്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല പറയുന്നത്. കർത്താവ് തന്നിട്ടുള്ള 2 ഓർഡിനൻസസ് ആണ്. 1 വിശ്വാസ സ്നാനം, 2 ദ ലോർഡ്സ് സപ്പർ. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഈ 6-ാം അധ്യായം, റോമാലേഖനം 6-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ സ്നാനം പാപസംബന്ധമായി മരിച്ച, അതായത് രക്ഷിക്കപ്പെട്ട ഒരാളിനെ കൊണ്ട് കുഴിച്ചിടുന്നതാണെങ്കിൽ സ്നാനത്തിൻ്റെ രീതി മുങ്ങലായിരിക്കണമെന്നല്ലേ ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത്? പല നിലയിലാണ് ആളുകൾ സ്നാനപ്പെടുത്തുന്നത്. 1 ബൈ സ്പ്രിംഗ്ലിംഗ്, വെള്ളം കുട്ടികളുടെ മേൽ ഇങ്ങനെ തളിക്കുക, സ്പ്രിംഗ്ലിംഗ്. 2 പോറിംഗ്, ആളിൻ്റെ തലയിലൂടെ ഒഴിക്കുക. 3 ചിലയിടങ്ങളിൽ വെള്ളത്തിനകത്ത്
ആളിനെ ഇറക്കി നിർത്തിയിട്ടും തലേ കൂടെ ഒഴിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥമായ ബറിയൽ. ആളിനെ മുഴുവനുമായി വെള്ളത്തിൽ മുക്കണം, അങ്ങനെയാ അടക്കേണ്ടത്. ബാപ്റ്റിസം എന്ന വാക്ക് വാസ്തവത്തിൽ ഇംഗ്ലീഷ് വാക്കല്ല, ഒരു ഗ്രീക്ക് വാക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിരിക്കുക. ബാപ്റ്റിസോ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ബാപ്റ്റിസ്മ, ബാപ്റ്റോ, ബാപ്റ്റിസോ എന്നീ വാക്കുകളുടെ എല്ലാ അർത്ഥം ബൈ ഇമേർഷൻ, ബൈ ഡിപ്പിംഗ്. വാക്ക് തന്നെ പറയുന്നത് സ്നാനം മുഴുകലാണ്, അത് മുക്കിയാണ്. പിന്നെന്താ അങ്ങനെ മുക്കി എന്നെഴുതാതെ സ്നാനമെന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ബാപ്റ്റിസം എന്ന് എഴുതിയിരിക്കുന്നത്? പല കാരണങ്ങളുണ്ട്. ഒരു പക്ഷെങ്കിൽ ആ കാലഘട്ടത്തിൽ ബൈബിൾ തർജ്ജിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആംഗ്ലിക്കൻ സഭയിൽ നിലവിലുള്ള പരിചയം മറ്റൊരു പരിചയമായിരുന്നു. അവരെ ഒഫൻഡ് ചെയ്യാതിരിക്കാൻ കിങ് ജെയിംസ് തർജ്ജിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ വാക്ക് ഇൻസേർട്ട് ചെയ്തു. അവർക്ക് സത്യമറിയാം, പക്ഷേ നിലവിലുള്ള സമ്പ്രദായത്തെ, അത് ചെയ്യുന്ന സഭയെ ഒഫൻഡ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി അവർ കണ്ടുപിടിച്ചൊരു വാക്കാണ്. അതുപോലെ ആ വാക്കെടുത്തങ്ങ് എഴുതി. പിൻകാലങ്ങളിൽ നമ്മൾ അത് ബാപ്റ്റിസം എന്ന് പറഞ്ഞ് ആ വാക്ക് നമ്മൾ ആ നിലയിൽ ഏറ്റെടുത്തു. അത് പക്ഷേ ഒരു ഇംഗ്ലീഷ് വാക്കല്ല, അതൊരു ഗ്രീക്ക് വാക്കാണ്. മാത്രമല്ല, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇതെല്ലാം മുഴുകൽ സ്നാനവും മുങ്ങിയ സ്നാനവുമാണ് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തെറ്റിപ്പോകരുത്. ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡ് നമ്മളിവിടെ നിർത്തുകയാണ്. എനിക്ക് ധാരാളം കാര്യങ്ങൾ ഇനി സ്നാനത്തെക്കുറിച്ച് പറയുവാനുണ്ട്. അത് വേഗത്തിൽ അടുത്ത എപ്പിസോഡിൽ ചില ചിന്തകളിലൂടെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് സ്നാനത്തെക്കുറിച്ചുള്ള ആർഗ്യുമെൻസിനെ കുറിച്ച്. ഇവിടെ ഞാൻ നിർത്തുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. സ്നാനത്തിനൊരു ഫോർമുല ഉണ്ടോ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവമക്കൾക്കറിയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്നല്ലേ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അന്തിമമായി കൽപ്പിക്കുന്നത്? നോക്കുക 19-ാം വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അതാണ് റൈറ്റ് ഫോർമുല. പിന്നെ എന്തിനാ അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 38-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത്? അതിനെ മൂലഭാഷ പഠിച്ചാൽ, സൂക്ഷ്മമായി പഠിച്ചാൽ, അവിടെ പത്രോസ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളിത് ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിലാണ് എന്ന് പ്രസ്താവിക്കാൻ വേണ്ടിയാണ്. സ്നാനത്തിൻ്റെ റൈറ്റ് ഫോർമുല എന്ന് പറയുന്നത് ട്രയൂൺ നെയിം, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ആ നാമത്തിലാണ് സ്നാനപ്പെടുത്തേണ്ടത്. ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കാത്ത പലരുമാണ് ഈ നാമമല്ല വേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം മതി എന്ന് പറയുന്നവർ. നോ, വേദപുസ്തകത്തിന് വെളിപ്പെടുത്തുവാനുള്ളത് ത്രിയേക ദൈവത്തെയാണ്. ഉയർത്തെഴുന്നേറ്റ ദൈവത്തിൻ്റെ പുത്രൻ്റെ അന്തിമകൽപ്പന ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്നാണ്. ആകയാൽ റൈറ്റ് ഫോർമുല അതാണ്. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്നാനപ്പെടുവാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ അതാത് ലോക്കൽ സഭകളിൽ, നിങ്ങൾ വിശ്വാസ സ്നാനം അംഗീകരിക്കാത്ത ഒരു സഭയുടെ ഭാഗമാണെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ വിശ്വാസ സ്നാനം കൊടുക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് ദൈവവചനം നന്നായി പഠിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ മരണയടക്ക പുനരുത്ഥാനത്തോട് നിങ്ങൾ ഏകീഭവിക്കുവാൻ, പരസ്യമായി നിങ്ങൾ സ്നാനപ്പെടുവാൻ ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതൊരാവശ്യമാണ്, കർത്താവിൻ്റെ കൽപ്പനയാണ്. ദൈവ ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കും.